ഞങ്ങൾക്ക് 5 പേർ കൂടി ആകെയുള്ള വരുമാനം ആ ഹോട്ടലാ. അതിന്റെ ആധാരത്തിലാ തിരിമറി നടത്തിയിരിക്കുന്നത്. അത് പണയം വെച്ച് 2 കോടി രൂപ ഞാൻ വാങ്ങിയെന്നാ ദിവ്യപ്രഭ പറയുന്നേ. വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലാതെ അവള് കള്ളം പറയില്ല. 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എന്റെ കള്ള ഒപ്പിട്ട് ദിവ്യപ്രഭ എഗ്രിമെന്റ് ചെയ്തു വെച്ചിരിക്കുക. അതുകൊണ്ടിപ്പോ എനിക്ക് ആധാരം വെച്ച് ലോൺ എടുക്കാൻ പോലും പറ്റുന്നില്ല. അനിയത്തിമാരുടെ കല്യാണ ആവശ്യത്തിന് എനിക്ക് കാശ് അത്യാവശ്യമുണ്ട്. അതിനിപ്പോ എന്റെ മോൾ എന്ത് ചെയ്യണമെന്നാ? ആ സ്റ്റാമ്പ് പേപ്പറും രേഖകളും ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ തരാൻ കൂട്ടാക്കുന്നില്ല. യാമിനിയമ്മ അതൊന്ന് വാങ്ങിച്ചു തരണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ. എന്നെ ചതിക്കരുത്. എന്റെ മോൾ ആരെയും ചതിച്ചിട്ടില്ല. കള്ള ഒപ്പിട്ടതാ. കള്ളയൊപ്പാണെങ്കി നീ അത് തെളിയിക്കും. എന്റെ മോള് കള്ളത്തരം കാണിക്കില്ല. അതൊക്കെ നിങ്ങളുടെ രീതിയാ. കള്ളികൾ നിങ്ങളാ. ദേ, വെറുതെ അനാവശ്യം പറയരുത്. ആരോടും ഒരു കള്ളത്തരവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. എന്നോട് കാണിച്ചു. എന്റെ മോളോട് കള്ളത്തരം കാണിച്ചു. സ്വർണത്തിന് പകരം മുക്ക് പണ്ടം തന്ന് പറ്റിച്ചില്ലേ നീയും നിന്റെ മാമിയും രണ്ടാനമ്മയൊക്കെ ചേർന്ന്? അതിന്റെ വിഷമത്തില് എന്റെ മോൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് സഹിക്കാൻ നിവൃത്തിയുള്ളൂ.